30 വർഷത്തിനു ശേഷം ആ മനുഷ്യൻ ആദ്യമായി ഒരു സൂപ്പർമാർക്കറ്റിലേക്ക് പോയി. ലോങ് ടൈം വേണ്ടി ഫുഡ് സ്റ്റോക്ക് ചെയ്യാൻ തന്റെ എല്ലാ സേവിങ്സും ചെലവാക്കി. കാഷ്യർ അവനോട് നിങ്ങൾക്ക് വട്ടായോ എന്ന് ചോദിച്ചു. പക്ഷേ ആ മനുഷ്യന്റെ മറുപടി കേട്ട് കാഷ്യർ മിണ്ടാതിരുന്നു. സ്റ്റോർ വിട്ട് പുറത്തേക്കിറങ്ങിയ ഉടനെ ഒരു ഡ്രൈവർ കാർ ഓടിച്ചു ഒരു ട്രീയിലേക്ക് ക്രാഷ് ചെയ്തു. അവന്റെ മകൾ സഹായിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ അവളെ തടഞ്ഞു. അവൻ ഡ്രൈവർ അടുക്കൽ ചെന്നപ്പോൾ ഉള്ളിലെ ആളു ഡോർ തുറന്ന് ഹെൽപ്പ് ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ മനുഷ്യൻ ഡോർ തുറക്കാൻ സമ്മതിച്ചില്ല. കൂടാതെ നിങ്ങൾ ഇൻഫെക്റ്റഡ് ആണെന്നും പറഞ്ഞു. അവൻ ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മകളെയും കൂട്ടി അവിടെ നിന്നും പോയി. അങ്ങനെ അവർ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലേക്ക് എത്തി. ക്വിക്ക് ചെക്ക് ഇൻ കഴിഞ്ഞ് അവർ എലിവേറ്ററിൽ കയറി. ബട്ടൺ അമർത്തിയ ഉടനെ എലിവേറ്റർ ഡോർ അടയാൻ പോകുമ്പോൾ ഒരു ഹാൻഡ് ഡോർ ഇടയിൽ വന്നു. ആ വുമൻ പറഞ്ഞു അവളും എലിവേറ്ററിൽ കയറട്ടെയെന്ന്. ആ മനുഷ്യൻ ഇത് ഓൾറെഡി ഫുള്ളാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവൾ അതിൽ ഇനിയും സ്പേസ് ഉണ്ടെന്ന് വാദിച്ചു. അവൻ കോപത്തോടെ അവളോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഡോർസ് അടഞ്ഞു. വുമൻ പുറത്തു തന്നെ നിന്നു. അവസാനം അവർ സേഫായി വീട്ടിലെത്തി. ആ മനുഷ്യൻ ഡോർ ലോക്ക് ചെയ്തു. തന്റെ ബ്രദറിനോട് ഞാൻ പ്രാന്തനല്ല എന്ന് പറഞ്ഞു. ഈ ടൈമിൽ ഒരു പ്ലെയിൻ പുറത്ത് ക്രാഷ് ചെയ്ത് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വീണ് വലിയ എക്സ്പ്ലോഷൻ ഉണ്ടായി. ഇതിന്റെ പാർട്ട് 2 കാണാൻ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യൂ.